ഗംഗാവലി പുഴയിൽ അർജുന്റെ ലോറിക്കായുള്ള തെരച്ചിലിൽ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നു. മരം നീക്കം ചെയ്യുന്നതിനിടയിലാണ് ലോഹഭാഗം കണ്ടെത്തിയ ലോഹഭാഗം അർജുന്റെ ട്രക്കിലേതെന്നാണ് ബന്ധു ജിതിൻ പറയുന്നത്. കണ്ടെത്തിയത് വെള്ളം വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമെന്നും ജിതിൻ പറഞ്ഞു. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. AK അഭിലാഷ്, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഡ്രഡ്ജറിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഡ്ജർ കണ്ടെത്തിയിരിക്കുന്ന ലോഹഭാഗം ലോറിയുടേതാണെന്ന് ബന്ധു ജിതിൻ സ്ഥിരീകരിച്ചോ? നമ്മളൊരു സ്റ്റൗ എന്നാണ് ആദ്യം മനസ്സിലാക്കിയത്, പക്ഷേ അത് വെള്ളം വയ്ക്കുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചോ? നാളെ തെരച്ചിൽ എപ്പോൾ തുടങ്ങും? ഈ നിലയിലാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു ലോഹഭാഗം കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ നാളെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ പ്രതീക്ഷയുള്ള ആ വാർത്ത കേൾക്കുമല്ലേ? ഡോക്ടർ അരുൺ, ഇന്ന് വളരെ വൈകി ഏതാണ്ട് 6 മണിയോട് കൂടി മാത്രമാണ് ഡ്രഡ്ജർ ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ അവിടെ പുഴയിലുള്ള പരിശോധന തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ആദ്യവട്ടം നടത്തിയ ആ തെരച്ചിലിൽ മരത്തിൻ്റെ വലിയ തടിക്കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. അത് നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും ആ ഭാഗത്ത് മണ്ണെടുത്ത് പരിശോധന നടത്തു. ഈ കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന നാവികസേന അടയാളപ്പെടുത്തിയ ആ സ്ഥലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 5 മീറ്റർ മാത്രം താഴെ നടത്തിയ ഈ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതിപ്പോൾ ജിതിൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അത് ഈ അർജുൻ സഞ്ചരിക്കുന്ന വാഹനത്തിൽ വെള്ളം വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡാണ് അത് എന്നാണ് ജിതിൻ ഇപ്പോൾ നമ്മോട് പറയുന്നത്. ഇപ്പോൾ മനാഫ് നമ്മളോടൊപ്പം ചേരുന്നു. മനാഫിനും ആ കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനാഫ്, അത് അത്തരത്തിൽ തന്നെ അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന ഭാഗമാണോ? അത് പുറത്തുണ്ടായിരുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്ന വലിയൊരു ക്യാൻ ഉണ്ടാവും. ആ ക്യാൻ്റെ ഫ്രെയിമാണ്, അടിയത്തെ പ്ലാറ്റ്ഫോമാണ് അത്. ആദ്യത്തെ ദിവസത്തെ തെരച്ചിലിൽ തന്നെ പ്രതീക്ഷയേകുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. ഇത് കുറച്ച് നേരം വൈകിയെന്നുള്ളൂ. ഇന്ന് ഉച്ചക്ക് തന്നെ തുടങ്ങാമായിരുന്നു, പക്ഷേ ഒരു 6 മണിയായാലും തുടങ്ങിയ പാടന്നെ കറക്റ്റ് ദിശയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, കറക്റ്റ് ദിശയിലേക്കാണ്. അത് ശരിയായ ദിശയിൽ തന്നെയാണ് ആദ്യ ദിവസത്തെ തെരച്ചിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സംഗതി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ അടുത്ത ദിവസത്തെ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 8 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തായിരിക്കും. അതോടൊപ്പം തന്നെ വേലിയേറ്റവും വേലിയിറക്കങ്ങളും തീർച്ചയായിട്ടും നേരത്തെ നാവികസേനയും അതോടൊപ്പം തന്നെ ഡ്രോൺ സംവിധാനവും ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിരിക്കുന്ന ഈ കോണ്ടാക്ട് 4 എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ഏതാണ്ട് 5 മീറ്റർ മാത്രം താഴെ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ഭാഗം. ആദ്യം നമ്മൾ കരുതിയത് സ്റ്റൗവിൻ്റെ ഭാഗം എന്നാണ്, പക്ഷേ ഇപ്പോൾ മനാഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത് സ്റ്റൗവിൻ്റെ ഭാഗമല്ല, വെള്ളം വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡാണ്, അതാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് അർജുൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു ഡ്രൈവർ ഉപയോഗിച്ചിരുന്ന ഒരു ലോഹവസ്തു കൂടിയായിരുന്നു, ഒരു സ്റ്റാൻഡ് കൂടിയായിരുന്നു. അത് അർജുൻ അവിടെ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന ഒരു ഭാഗം കൂടിയാണ് എന്നാണ് ജിതിൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അർജുന്റെ ലോറിയുടെ ഭാഗമെന്ന് കരുതുന്ന വെള്ളം വയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി കണ്ടെത്തിയിരിക്കുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തിരച്ചിലാണ്. അരമണിക്കൂർ മാത്രമേ ഡ്രഡ്ജർ തിരച്ചിൽ നടത്തിയുള്ളൂവെങ്കിലും വളരെ പ്രതീക്ഷ നൽകുന്ന ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അർജുന്റെ ലോറി ആ ഭാഗത്തു തന്നെയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. നാളെ ഒരുപക്ഷെ തിരച്ചിലിൽ നിർണായകമായി ലോറിയുടെ മറ്റു ഭാഗങ്ങൾ കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ ഒരുപക്ഷെ ഉയർത്താൻ സാധിച്ചേക്കും. നാളെ ഉച്ചയോടുകൂടി വളരെ നിർണായകമായ ചില ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം തത്സമയം തന്നെ 4 വിവിധ കോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തി സംഘം തത്സമയം അവിടെ തുടരുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. നാളെ രാവിലെ മുതൽ ഷിരൂരിലെ തെരച്ചിലിൻ്റെ കൂടുതൽ വിവരങ്ങൾ തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.